കേരള PSC HSA മാത്തമാറ്റിക്സിലെ മെട്രിക്സ് ഓൾജിബ്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നെക്സ്റ്റ് ടോപ്പിക് മൈനസ് ആൻഡ് കോഫാക്ടേഴ്സ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കതിന് വേണ്ടിയിട്ട് ആദ്യം മൈനസ് എന്താ നോക്കാം. മൈനസ് ഉപസാരണി. ഒരു ഡിറ്റർമിനന്റിലെ AIJ എന്ന അംഗം ഉൾപ്പെടുന്ന I വരിയും J നിരയും ഒഴിവാക്കുമ്പോൾ ലഭിക്കുന്ന ഡിറ്റർമിനന്റ് ആണ് AIJയുടെ മൈനർ MIJ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരു മെട്രിക്സിലെ ഓരോ എലമെന്റിനും മൈനർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഞാൻ പറയാം. നമുക്കൊരു 2x2 മെട്രിക്സ് ഉണ്ട്. 2x2 മെട്രിക്സിനെ ഞാൻ ഇങ്ങനെ ജനറൽ ആയിട്ട് ഡിനോട്ട് ചെയ്യാണ് A11, A12, A21, A22. ഓക്കെ, അപ്പോൾ ഈ A11നും A12നും A21നും A22നും ഓരോ മൈനസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ A11ന്റെ മൈനർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് A11 എന്ന് പറയുന്ന നമുക്ക് ഇതിൻ്റെ മെട്രിക്സ് ഡിറ്റർമിനൻ്റ് എഴുതാം. A11, A12, A21, A22. ഈ ഒരു ഡിറ്റർമിനൻ്റിൽ നമ്മൾ ഈ A11ന്റെ മൈനറാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ A11 എന്ന് പറയുന്ന എലമെൻറ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന കോളവും റോയും ഡിലീറ്റ് ചെയ്യാം. ബാക്കി കിട്ടുന്നതിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, A11ന്റെ മൈനർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മൈനർ ഓഫ് A11 എന്ന് പറഞ്ഞാൽ A11 കണ്ടെയ്ൻ ചെയ്യുന്ന കോളവും റോയും ഡിലീറ്റ് ചെയ്താൽ കിട്ടുന്നതിൻ്റെ ഡിറ്റർമിനൻ്റ്. ഇത് രണ്ടും ഡിലീറ്റ് ചെയ്താൽ നമുക്ക് ഇവിടെ ഒരു 1/1 എലമെൻ്റല്ലേ കിട്ടുന്നുള്ളൂ, ഒറ്റ എലമെൻ്റ് അല്ലേ ഉള്ളൂ. ഈ എലമെൻറ്റിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് എന്താ, A22 തന്നെയാണ്. നമ്മളിതിനെ ഡിനോട്ട് ചെയ്യുന്നത് M11 എന്നാണ്. ദാറ്റ് ഈസ് M11 ഈക്വൽ ടു A22. അതുപോലെ തന്നെ നമുക്ക് A12 പറയാലോ. ഓക്കെ, നമുക്ക് മൈനർ ഓഫ് A12 നോക്കാം. മൈനർ ഓഫ് A12 ഇസ് ഈക്വൽ ടു A12 എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും നമ്മൾ ഒഴിവാക്കുക. ബാക്കി കിട്ടുന്നതിൻ്റെ ഡിറ്റർമിനൻ്റ്, ബാക്കിയുള്ള എലമെൻ്റ് എന്ന് പറയുന്നത് M12 ഈക്വൽ ടു A21 ആണ്. ക്ലിയർ ആയി? നമുക്കൊരു 3x3 മെട്രിക്സ് നോക്കാം. ഒരു 3x3 മെട്രിക്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ നമുക്കിപ്പം അതിന് ജനറലായിട്ട് നമ്മളിങ്ങനെ എഴുതാം. A11, A12, A13, A21, A22, A23, A31, A32, A33. ഓക്കെ, നമ്മൾ ഈ ഒരു ഡിറ്റർമിനൻ്റ് എടുത്തു. നമുക്കിതിൽ ഏത് എലമെൻറ്റിന് വേണമെങ്കിലും മൈനർ എഴുതാം. ഞാൻ ആദ്യം തന്നെ ഫസ്റ്റ് എലമെൻറ്റിന് പറയാം. A11 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ മൈനർ എന്ന് പറയുന്നതിനെ ഡിനോട്ട് ചെയ്യുന്നത് M11 എന്നാണ്. എങ്ങനെ കണ്ടുപിടിക്കുന്നത്, നമ്മൾ ഇത് കണ്ടെയ്ൻ ചെയ്യുന്ന ഫസ്റ്റ് കോളവും ഫസ്റ്റ് റോയും ഒഴിവാക്കും. ബാക്കി കിട്ടുന്ന എലമെൻസിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ്. അതായത് ഇതൊരു 2x2 മെട്രിക്സ് തന്നെയായിട്ടല്ലേ കിട്ടുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു A22, A23, A32, A33. ഓക്കെ, ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ആയിരിക്കും ഈ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ മൈനർ എന്ന് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് M11 എന്നാണ്. ഇനി നമുക്ക് ഈ A22ൻ്റെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, A22ൻ്റെ മൈനർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും ഡിലീറ്റ് ചെയ്യാം. സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും ഡിലീറ്റ് ചെയ്യാം. ബാക്കി കിട്ടുന്ന എലമെൻസിൻ്റെ ബാക്കി കിട്ടുന്ന ഡിറ്റർമിനൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, M22 ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് ബാക്കി ഒരു 2x2 മെട്രിക്സ് ആണ് കിട്ടുക. അതിൻ്റെ ഡിറ്റർമിനൻ്റ് A11, A13, A31, A33. ഇതിനെയാണ് നമ്മൾ A22 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ മൈനർ M22 എന്ന് പറയുന്നത്. ഓക്കെ, മൈനർ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു എക്സാമ്പിൾ പറയാം. 1 0 -1 2 3 1 0 0 1. ഇതിൽ നമുക്ക് ഈ 1 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ മൈനർ കണ്ടുപിടിക്കണം. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് A23 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ, ദാറ്റ് ഈസ് M23നെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം, നമ്മൾ ഈ 1 കണ്ടെയ്ൻ ചെയ്യുന്ന കോളത്തിലെ A23 എന്ന് പറയുന്ന എലമെൻ്റ് ആണിത്. സോ ഇത് കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളവും ഒഴിവാക്കി കിട്ടുന്ന ഡിറ്റർമിനൻ്റ് വിച്ച് ഈസ് ഈക്വൽ ടു 1 0 0 0 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക, ഡിറ്റർമിനൻ്റ് 0 - 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പം ഇവിടെ M23 അതായത് ഈ A23 എലമെൻറ്റിൻ്റെ മൈനർ എന്ന് പറയുന്നത് 0 ആണ്. ഇതൊരു PSC ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മളോട് എപ്പോഴും മൈനർ ചോദിക്കാറുണ്ട്. ഒരു എലമെൻറ്റിൻ്റെ മൈനർ ചോദിക്കും. അതായത് A23 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ മൈനർ കണ്ടുപിടിക്കുക എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഓപ്ഷൻ തന്നെ കേരള PSC ചോദിച്ചിട്ടുണ്ട് മുമ്പ്. പിന്നെ നമുക്ക് അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ നോക്കിയേ നിങ്ങൾ, ഇപ്പം നമുക്കൊരു 3x3 മെട്രിക്സ് ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. 3x3 മെട്രിക്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിലൊരു എലമെൻറ്റിൻ്റെ മൈനർ എന്ന് പറയുന്നത് ഒരു 2x2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ്.
അതായത് ഇതിന് ഒന്ന് കുറവായിട്ടുള്ളത്. അപ്പോൾ ഒരു n ഓർഡർ മെട്രിക്സ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ മൈനർ എന്ന് പറയുന്നത് n-1 ഓർഡറുള്ള മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിപ്പോൾ പറഞ്ഞത് ഇതാണ്. ക്രമം n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആയ ഒരു ഡിറ്റർമിനന്റിലെ ഒരു അംഗത്തിലെ മൈനർ ക്രമം n-1 ആയ ഡിറ്റർമിനന്റ് ആയിരിക്കും അല്ലേ. നമ്മളിപ്പോൾ 3 ഓർഡറുള്ള ഒരു ഡിറ്റർമിനന്റ് എടുത്തു. ആ ഡിറ്റർമിനന്റിലെ ഒരു അംഗത്തിലെ മൈനർ എന്ന് പറഞ്ഞാൽ 2 ഓർഡർ ആയിട്ടുള്ള ഡിറ്റർമിനന്റ് അല്ലേ. അതാണ് കേട്ടോ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് കോഫാക്ടർ, സഹഗണ്ഡം. Aij എന്ന അംഗത്തിൻ്റെ കോഫാക്ടർ എന്നത് Aij ഈക്വൽ ടു -1 ദ ഹോൾ റേസ് ടു i പ്ലസ് ജെ Mij ആയിരിക്കും. ഇവിടെ Mij എന്നത് Aijയുടെ മൈനറാണ്. അതായത് ഒരു മെട്രിക്സിൽ ഓരോ എലമെൻറ്റിനും നമുക്ക് കോഫാക്ടർ പറയാൻ പറ്റും. അപ്പോൾ ഓരോ എലമെൻറ്റിനെയും കോഫാക്ടർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് സൈൻഡ് മൈനറാണ്. സൈനോട് കൂടി ചിഹ്നത്തോട് കൂടിയ മൈനറിനെയാണ് ശരിക്കും നമ്മൾ കോഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഉപസാരണിയും സഹഗണ്ഡവും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു എലമെൻറ്റിൻ്റെ കോഫാക്ടർ കണ്ടുപിടിക്കുക? അതിൻ്റെ സൈനും കൂടെ ഉണ്ടാവും. മൈനർ എന്താണോ ആ എലമെൻറ്റിൻ്റെ സൈനും കൂടെ അവിടെ ഉണ്ടാവും. ഒന്നുകിൽ അത് പ്ലസ് ആയിരിക്കും, അല്ലെങ്കിൽ അത് മൈനസ് ആയിരിക്കും. ഈ i പ്ലസ് ജെ എന്ന് പറയുന്നത് ഈവൻ ആവുമ്പം ഇത് പോസിറ്റീവ് ആയിരിക്കും, i പ്ലസ് ജെ എന്ന് പറയുന്നത് ഓഡ് ആവുമ്പം ഇത് നെഗറ്റീവ് ആയിരിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ജസ്റ്റ് നമുക്കിപ്പോൾ 2x2 മെട്രിക്സ് തന്നെ നോക്കാം. 2x2 മെട്രിക്സിൽ നമുക്കിപ്പം എഴുതുന്നത് A11, A12, A21, A22 എന്നാണ്. ഓക്കെ, ഈ ഒരു മെട്രിക്സിൻ്റെ ഓരോന്നിനെയും മൈനസും കോഫാക്ടേഴ്സും നമുക്ക് എഴുതാം. മൈനസ് എഴുതുമ്പോൾ എന്താ വരിക? ഫസ്റ്റ് M11 ഈക്വൽ ടു നമ്മൾ പറഞ്ഞു ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് A22 ആണ്. അപ്പോൾ നമ്മളുടെ A11 എന്നാണ് നമ്മൾ കോഫാക്ടർ മെട്രിക്സിനെ കോഫാക്ടർ എലമെൻറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് A11. ചിലവർ C11 എന്നും ഡിനോട്ട് ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഞാനിവിടെ A11 എടുക്കുന്നു. നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കൊക്കെ ഈ ഒരു നൊട്ടേഷനാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. A11 ഈക്വൽ ടു എന്താ വരുന്നത്? -1 ദ ഹോൾ റേസ് ടു 1 + 1 M11 അല്ലേ. ഇപ്പം -1 ദ ഹോൾ റേസ് ടു 1 + 1, ഈ 1 + 1 2 ആണ്, അത് ഈവൻ ആണ്. സോ ഇത് പോസിറ്റീവ് ആവും. M11 എന്ന് പറയുന്നത് തന്നെയായിരിക്കും നമ്മുടെ A11 വരുന്നത്. ദാറ്റ് ഈസ് A22. ഇനി M12 ഈക്വൽ ടു എന്താ വരുന്നത്? M12 ഈ ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും ഡിലീറ്റ് ചെയ്താൽ അപ്പോൾ നമുക്ക് A21 ആണ് കിട്ടുക. സോ നമുക്കിവിടെ A12 ഈക്വൽ ടു -1 ദ ഹോൾ റേസ് ടു 2 + 1 M21. ഇറ്റ് ഇസ് ഈക്വൽ ടു ഇവിടെ -1 ദ ഹോൾ റേസ് ടു 2 + 1 എന്ന് പറഞ്ഞാൽ ഇത് നെഗറ്റീവ് ആണ്. സോ നെഗറ്റീവ് ഓഫ് A21. A21. ഇനി നെക്സ്റ്റ് M21 ദാറ്റ് ഇസ് ഈക്വൽ ടു ഇതും, അതായത് സെക്കൻഡ് റോയും ഫസ്റ്റ് കോളവും നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് A12 ആണ്. A12 അപ്പോൾ A21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ദ ഹോൾ റേസ് ടു 1 + 2. ഓക്കെ, A21 ഈക്വൽ ടു ഇവിടെ നമുക്ക് M21 ദാറ്റ് ഈസ് ഈക്വൽ ടു -A12 എന്ന് വരും. ഇനി M22 ഈക്വൽ ടു കിട്ടുന്നത് M22 സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ A11 ഇറ്റ് ഈസ് ഈക്വൽ ടു A22 ഈക്വൽ ടു -1 ദ ഹോൾ റേസ് ടു 1 + 1 2 + 2 അല്ല വരിക 2 + 2 ഈക്വൽ ടു M22 ദാറ്റ് ഈസ് ഈക്വൽ ടു A11. ഇതാണ് നമ്മളുടെ 2x2ൻ്റെ മൈനസും കോഫാക്ടേഴ്സും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ഇതാണ്. A ഈക്വൽ ടു 1 0 4 3 5 -1 ആൻഡ് 0 1 2. ഈ ഒരു ഡിറ്റർമിനൻറ്റിനെ നമുക്ക് കോഫാക്ടേഴ്സും മൈനസും കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ M11, അതായത് 1 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ നമുക്ക് എഴുതാവുന്നത് ഡിറ്റർമിനൻറ്റ് ഓഫ് 5 -1 1 2 അല്ലേ. ഇത് ഈസ് ഈക്വൽ ടു 5 × 2 10 -1 10 + 1 ഈക്വൽ ടു 11. അപ്പോൾ നമുക്കറിയാം A11 കൂടെ എഴുതി പോവാം. A11 ഈക്വൽ ടു ഇവിടെ A11 എന്ന് പറഞ്ഞ സഫിക്സ് 1 + 1 2 ആണ്. അപ്പോൾ -1 എന്ന് പറയുന്നത് പോസിറ്റീവ് ആവും. അപ്പോൾ ഇവിടെ നമുക്ക് A11 എന്ന് പറഞ്ഞാൽ 11 തന്നെ വരും. ഓക്കെ, ഇനി നമുക്ക് A12 ഈക്വൽ ടു
3 -1 0 2 അല്ലേ, ഈ എലമെന്റ് കേട്ടോ, 3 -1 0 2. ഈ ഒരു ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 - 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. ഇവിടെ a 1 + 2 എന്ന് പറഞ്ഞാൽ 1 + 2 = 3 ആണ്, നെഗറ്റീവ് ആണ്. സോ m12 എന്ന് പറയുന്നത് എന്തായിരിക്കും, -6 ആയിരിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഓരോ എലമെൻറ്റിൻ്റെയും മൈനേഴ്സും കോഫാക്ടേഴ്സും കണ്ടുപിടിക്കാം. ബാക്കിയെല്ലാം നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഇന്ന് നമുക്കിതിൻ്റെ മൈനേഴ്സിൻ്റെയും കോഫാക്ടേഴ്സിൻ്റെയും കുറച്ച് ഡെഫിനിഷൻസ് പറയാം. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് വരുന്ന സൈൻ നമ്മൾ നന്നായിട്ട് നോക്കണം. അതുപോലെ തന്നെ നമ്മളിപ്പം സ്ക്വയർ മെട്രിക്സിൻ്റെ കേസിൽ മാത്രമേ എന്ത് പറയുള്ളൂ, മൈനസും കോഫാക്ടേഴ്സും ഒക്കെ പറയുള്ളൂ. അല്ലാത്ത കേസിൽ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം സ്ക്വയർ മെട്രിക്സിൻ്റെ കേസിൽ മാത്രമല്ലേ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. വാല്യൂ ഓഫ് ദ ഡിറ്റർമിനൻറ്റ് ഇൻ ടേംസ് ഓഫ് മൈനേഴ്സ് ആൻഡ് കോഫാക്ടേഴ്സ്. അതായത് നമുക്ക് മൈനേഴ്സും കോഫാക്ടേഴ്സും ഉപയോഗിച്ച് നമുക്കൊരു ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അത് തമ്മിലുള്ള റിലേഷൻ എന്താണെന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. 2 റിസൾട്ടുകൾ മാത്രം. അപ്പോൾ നമുക്കൊരു 3x3 മെട്രിക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം ഇതിൽ 2x2 3x3 പറയുന്നുള്ളൂ, കാരണം ഇതൊക്കെ NCERT ടെക്സ്റ്റ് ബുക്കിലെ റിസൾട്ടുകളാണ്, അതുകൊണ്ടാണ്. ഡെൽറ്റ ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് a11 a12 a13 a21 a22 a23 a31 a32 a33. ഇനി ഞാനിതിനെ R1 ഉപയോഗിച്ച്, അതായത് ഫസ്റ്റ് റോ ഉപയോഗിച്ച് ഞാനിതിനെ എക്സ്പാൻഡ് ചെയ്യുകയാണ്, ഈ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ കണ്ടുപിടിക്കാം, ഡെൽറ്റ ഈക്വൽ ടു -1 the whole raised to 1 + 1 into a11 into determinant of a22 a23 a32 a33 plus next one -1 the whole raised to 1 + 2 into a12 a21 determinant of a21 a23 a31 a33 plus -1 the whole raised to 1 + 3 ചെയ്യുന്നത് a13 into a21 a22 a31 a32 അല്ല a32 ഇങ്ങനെയല്ലേ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നല്ലോണം നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. a11 എഴുതി, ഇനി -1 the whole raised to 1 + 1 ഇതെന്ന് പറഞ്ഞത് a11ൻ്റെ കോഫാക്ടർ അല്ലേ, a11ൻ്റെ കോഫാക്ടർ അല്ലേ വരുന്നത്, അതിൻ്റെ കൂടെ സൈനും കൂടി ഉണ്ട്. ഇത് മൈനറാണ്, മൈനറിൻ്റെ കൂടെ സൈനും കൂടി ഉണ്ട്, അതുകൊണ്ട് കോഫാക്ടർ ആയില്ലേ. നമുക്ക് പറയാം a11 ഇൻറ്റു ക്യാപിറ്റൽ A11 പ്ലസ് ഇവിടെ a12 ഇൻറ്റു ഇവിടെ നമ്മൾ a12നെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് a12ൻ്റെ മൈനറാണ്, അതിൻ്റെ കൂടെ അതിൻ്റെ സൈനും കൂടെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് a12ൻ്റെ കോഫാക്ടറാണ്. സോ നമുക്ക് എന്ത് എഴുതാം, a11 ഇൻറ്റു ക്യാപിറ്റൽ A11 പ്ലസ് a12 ഇൻറ്റു ക്യാപിറ്റൽ A12 പ്ലസ് a13 ഇൻറ്റു ക്യാപിറ്റൽ A13. a13യുടെ കേസ് തന്നെ വരാം. അപ്പോൾ ഡെൽറ്റ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, ഒരു റോയിലെ എലമെൻസിൻ്റെയും അതിൻ്റെ കോഫാക്ടറിൻ്റെയും ഗുണനഫലത്തിൻ്റെ തുകയാണ്. ഓക്കെ, അതായത് നമ്മളിവിടെ എഴുതിയിരിക്കുന്നതാണ് ഡെൽറ്റ എന്ന് പറയുന്നത്, ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് R1ലെ അംഗങ്ങളുടെയും അവയുടെ കോഫാക്ടറുകളുടെയും ഗുണനഫലത്തിൻ്റെ തുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇത് ഇപ്പം ഏത് വരിയിൽ ഇപ്പം നമ്മൾ R1 ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്ത് എങ്ങനെ വരും, C1 ഉപയോഗിച്ച് വന്നാൽ C1ലെ ആ ഒരു എലമെൻസിൻ്റെയും അതിൻ്റെ കോഫാക്ടേഴ്സിൻ്റെയും മൾട്ടിപ്പിൾസ് എടുത്തിട്ട് പിന്നെ അതിനെ സം ചെയ്യുന്നതിനോട് ഈക്വലാണ്, അതാണ് പറയുന്നത്. അപ്പം നമുക്ക് എന്ത് പറയാം, ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ ഏതൊരു വരിയിലെ അല്ലെങ്കിൽ നിരയിലെ അംഗങ്ങളുടെയും അവയുടെ കോഫാക്ടറുകളെയും ഗുണനഫലത്തിൻ്റെ തുകയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്, ഒരു ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത്. ഇതൊരു റിസൾട്ടാണ്, നിങ്ങൾ ഓർത്ത് വെക്കണം, ഇതൊരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്, കാരണം ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇനി നെക്സ്റ്റ് ഇതൊരു റിസൾട്ടാണ് കേട്ടോ. ഓക്കെ, ഒരു വരിയിലെ അല്ലെങ്കിൽ നിരയിലെ അംഗങ്ങളും മറ്റൊരു വരിയിലെ അല്ലെങ്കിൽ നിരയിലെ അംഗങ്ങളുടെ കോഫാക്ടറുകളും തമ്മിലുള്ള ഗുണനഫലത്തിൻ്റെ തുക 0 ആയിരിക്കും. ഇപ്പം നമ്മളിത് പറഞ്ഞത് സെയിം റോയിലെ എലമെൻസും അവയുടെ കോഫാക്ടേഴ്സുമാണ്. ഇനി ഞാൻ ഒരു റോ എടുത്തു, ആ റോയിലെ എലമെൻറ്റ്സ് എടുത്തു, എന്നിട്ട് തൊട്ടടുത്ത റോയിലെ കോഫാക്ടേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് സം എടുത്തു കഴിഞ്ഞാൽ എനിക്കിപ്പോഴും 0 ആണ് കിട്ടുക. ഓക്കെ, സെയിം റോ ആണെങ്കിൽ എനിക്ക് ഡിറ്റർമിനൻറ്റ് കിട്ടും, പക്ഷേ ഡിഫറെൻറ്റ് റോസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഒരു വരിയിലെ അല്ലെങ്കിൽ നിരയിലെ അംഗങ്ങളും മറ്റൊരു വരിയിലെ ഒരു നിരയിലെ അംഗങ്ങളുടെ കോഫാക്ടറുകളും തമ്മിലുള്ള ഗുണനഫലത്തിൻ്റെ തുക 0 ആയിരിക്കും. ഇവിടെ ഞാൻ ഈ ഒരു മെട്രിക്സിൽ ഞാൻ ആദ്യം a11 എടുത്തു, എന്നിട്ട് ഈ a21ൻ്റെ കോഫാക്ടർ എടുത്തു, ദാറ്റ് ഈസ് ക്യാപിറ്റൽ A21 പ്ലസ് അതുപോലെ a12 എടുത്തു, a12 എന്നിട്ട് a22ൻ്റെ കോഫാക്ടർ എടുത്തു, ക്യാപിറ്റൽ A22 പ്ലസ് അതുപോലെ a13 എടുത്തു, അതുപോലെ ഇതിൻ്റെ കോഫാക്ടർ എടുത്തു, a23 എടുത്തു. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എനിക്കിപ്പോഴും 0 ആയിരിക്കും കിട്ടുക എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇനി നമുക്ക് അഡ്ജോയിൻ്റ് എന്താണെന്ന് നോക്കാം. ഒരു മെട്രിക്സിൻ്റെ സഹചാരി, അഡ്ജോയിൻ്റ് ഓഫ് എ മെട്രിക്സ്. അപ്പം
നമ്മൾ ഇൻവേഴ്സിലേക്ക് എത്താണ്. അതിന് മുമ്പ് അഡ്ജോയിന്റ് ഓഫ് എ മെട്രിക്സ് എന്താണെന്ന് പറയാം. ഒരു സമചതുര മെട്രിക്സ് A = Aij n/n പരിഗണിക്കുക. Aijയുടെ കോഫാക്ടർ Aij ആയാൽ Aij ദ മെട്രിക്സ് n/n ഈ Aijയുടെ ട്രാൻസ്പോസ് മെട്രിക്സിനെ എയുടെ സഹചാരി അഡ്ജോയിന്റ് എന്ന് പറയുന്നു. അതായത് നമ്മുടെ കയ്യിൽ ഒരു സ്ക്വയർ മെട്രിക്സ് ഉണ്ട്. ആ സ്ക്വയർ മെട്രിക്സിലെ എലമെന്റ്സിന്റെ എല്ലാത്തിൻ്റെയും കോഫാക്ടർ കണ്ടുപിടിക്കാം. എന്നിട്ട് ആ കോഫാക്ടർ മെട്രിക്സ് നമ്മൾ എഴുതാം. ആ കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുന്നതിനെയാണ് നമ്മൾ അഡ്ജോയിന്റ് ഓഫ് ദ ഗിവൺ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മെട്രിക്സിന്റെ സഹചാരി എന്ന് പറയുന്നത്. ആ മെട്രിക്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് അഡ്ജോയിന്റ് ഓഫ് എ എന്നാണ്. ദ അഡ്ജോയിന്റ് ഓഫ് ദ മെട്രിക്സ് എ ഈസ് ഡിനോട്ടഡ് ബൈ അഡ്ജോയിന്റ് ഓഫ് എ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പം നമുക്ക് A = 2 3 1 4 എന്ന് പറഞ്ഞ മെട്രിക്സ് തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ ഓരോ എലമെൻറ്റിൻ്റെയും കോഫാക്ടർ കണ്ടുപിടിക്കാം. സോ A11 = 4 കിട്ടും. ദെൻ A12 = -1 കിട്ടും. A21 = -3 വരും. നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമെന്ന് വിശ്വസിക്കുന്നു. A22 = മനസ്സിലായിട്ടുണ്ടാവുന്ന 4. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഇതിന് എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കോഫാക്ടർ മെട്രിക്സ് എഴുതാം. കോഫാക്ടർ മെട്രിക്സ്. ഓക്കെ, കോഫാക്ടർ മെട്രിക്സിനെ ഞാൻ C എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മളിങ്ങനെ എഴുതാം. കോഫാക്ടർ എലമെന്റ്സ് എഴുതി കൊടുക്കാം. A11 A12 A21 A22 എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടും? ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന മെട്രിക്സിന്റെ കോഫാക്ടർ മെട്രിക്സ് എന്താണ് വരാം? 4 -1 -3 4. ഓക്കെ, 4 ആണോ വരിക? A22 2 അല്ലേ? മെട്രിക്സിൽ ഒരു നമ്പർ തെറ്റിയാൽ മതി, നമ്മുടെ മാർക്കും പോകും. 2. ഓക്കെ, 4 -1 -3 2. ഓക്കെ, ഇനി നമ്മൾ അഡ്ജോയിന്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജോയിന്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഈ C എന്ന് പറയുന്ന മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ്. അതായത് നമ്മളുടെ 4 -1 -3 2 എന്ന് പറയുന്ന മെട്രിക്സിന്റെ ട്രാൻസ്പോസ്. ഇതിന്റെ ട്രാൻസ്പോസ് വരുന്നത് ഇസ് ഈക്വൽ ടു 4 -3 -1 2. ദിസ് ഇസ് ദ ട്രാൻസ്പോസ് ഓഫ് ദ ഗിവൺ മെട്രിക്സ്. ഇതാണ് നമ്മൾ അഡ്ജോയിന്റ് ഓഫ് ദ ഗിവൺ മെട്രിക്സ്. ഈ കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസിനെയാണ് നമ്മൾ അഡ്ജോയിന്റ് ഓഫ് ദ ഗിവൺ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അഡ്ജോയിന്റ് കണ്ടുപിടിക്കാൻ 2x2 മെട്രിക്സിന് ഒരു ഈസി മെത്തേഡ് ഉണ്ട്, ഒരു ഷോർട്ട് കട്ട് മെത്തേഡ്. 2x2 മെട്രിക്സിന്റെ ഷോർട്ട് കട്ട് മെത്തേഡ് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. പറഞ്ഞു പോകുമ്പോൾ എല്ലാം പറയണം എന്നുള്ളതുകൊണ്ടാണ്. നമുക്ക് നോക്കാം. A = A11 A12 A21 A22 ഇതാണ് നമ്മളുടെ മെട്രിക്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ അഡ്ജോയിന്റ് എഴുതാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡയറക്റ്റ് എഴുതാം. അഡ്ജോയിന്റ് ഓഫ് A = എന്താ വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഈ രണ്ട് ഡയഗണൽ എലമെന്റ്സും ഇന്റർചേഞ്ച് ചെയ്യാം. ഇത് രണ്ടും സ്ഥാനമാറ്റം ചെയ്യാം. ഇത് ഓക്കെ. അപ്പോൾ നമുക്ക് എന്താ വരാം? A22 ആൻഡ് A11 അല്ലേ? പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതാ ഈ ഒരു രണ്ടെണ്ണത്തിൻ്റെയും സൈൻ മാറ്റി കൊടുക്കാം. ഇതിൻ്റെ സൈൻ മാറ്റി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ -A12 ഇവിടെ നമുക്ക് -A21 വരും. ഇതാണ് നമ്മളുടെ കോഫാക്ടർ മെട്രിക്സ്, അഡ്ജോയിന്റ് ഓഫ് ദ മെട്രിക്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എലമെന്റിന്റെ ഡയഗണൽ എലമെന്റ്സിന്റെ ചിഹ്നം മാറ്റം ചെയ്യാം. ഇത് തമ്മിൽ അഡ്ജോയിന്റ് മെട്രിക്സ് ഒരു 2x2 മെട്രിക്സിന്റെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡയഗണൽ എൻട്രീസ് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യാം. ഇതിന്റെ സൈൻ എന്താണോ അതിന്റെ സൈൻ ചേഞ്ച് ചെയ്യാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അഡ്ജോയിന്റ് ഓഫ് ദ മെട്രിക്സ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഒരു വലിയ എക്സാമ്പിൾ കൂടി ചെയ്യാം. സിമ്പിളായിട്ട് നമുക്കൊരു 3x3 എക്സാമ്പിൾ കൂടി ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 -1 2 2 3 5 ആൻഡ് -2 0 -2 0 1. നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ ഇതിനെ ഞാൻ A എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിച്ച് അതിൻ്റെ ട്രാൻസ്പോസ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അഡ്ജോയിന്റ് ഓഫ് ദ മെട്രിക്സ് കിട്ടും. അപ്പോൾ നിങ്ങൾ ഓരോ എലമെൻറ്റിൻ്റെയും
കോഫാക്ടർ എഴുതാം. ദിസ് A11 ഈക്വൽ ടു 3 വരും. അതായത് ഇതും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 × 1 - 0 എന്നാണ് വരുന്നത്. ദാറ്റ് ഈസ് 3 വരും. A11 ഇത് A12 എന്ന് പറയുന്നതിൻ്റെ ഈ 1 + 2 3 ആണ്. അപ്പോൾ ഓൾറെഡി ഒരു മൈനസ് വരും. നമുക്ക് 2 × 1 - 2 + 10 ഇങ്ങനെയല്ലേ വരുന്നത്. 2 + 10 ദാറ്റ് ഈസ് -12. ഇനി A13 0 + 6 അപ്പോൾ പ്ലസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് 6. A21 അപ്പോൾ -1 വരും. ദാറ്റ് ഈസ് 1. ഇനി A22 1 + 4 5. A23 ഈക്വൽ ടു ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, കാരണം 2 + 3 ഓഡാണ്. സോ നമുക്ക് കിട്ടുന്നത് 0 - 2 ദാറ്റ് ഈസ് -2. 2 വരും. A23 A31 -5 -6 that is -11. Then A32 already minus വരണം, മൈനസ് ഉണ്ട്. 5 - 4 that is 5 - 4 1 ആണ്. നമുക്ക് കിട്ടുന്നത് -1. A33 ഈക്വൽ ടു 3 + 2 is 5. നമുക്കിതിൻ്റെ കോഫാക്ടർ മാട്രിക്സ് ഒന്ന് എഴുതാം. അഡ്ജോയിൻ്റ് ഓഫ് A ഈക്വൽ ടു എലമെൻസിൻ്റെ ചോദിക്കുള്ളൂ, ഇങ്ങനെ കംപ്ലീറ്റ് മെട്രിക്സിൻ്റെ ഒന്നും ചോദിക്കാൻ വഴിയില്ല. 3 - 12 6 1 5 2 -11 -1 5 -11 -1 5 ഇതിൻ്റെ ട്രാൻസ്പോസ് is equal to 3 1 -11 -12 5 -1 and 6 2 5. ഇതാണ് നമ്മളുടെ അഡ്ജോയിൻ്റ് ഓഫ് ദ ഗിവൺ മെട്രിക്സ്. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് റിസൾട്ടുകൾ പറഞ്ഞിട്ട് നമുക്ക് ഇൻവേഴ്സ് എന്താണെന്ന് പറയാം. ഫസ്റ്റ് റിസൾട്ട് ഇതാണ്. ക്രമം n ആയ ഒരു സമചതുര മെട്രിക്സ് ആണ് A എങ്കിൽ A × adjoint of A ഈക്വൽ ടു adjoint A × A ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് A × I, where I is the identity matrix. അതായത് n എന്ന് പറയുന്നത് നമുക്കൊരു സ്ക്വയർ മെട്രിക്സ് ഉണ്ട്, അതിൻ്റെ ഓർഡർ n ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം A × adjoint of A ഈക്വൽ ടു adjoint A ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് A × I. ഇനി നമുക്ക് അറിയുന്നൊരു കാര്യമാണ്, നമുക്ക് സ്ക്വയർ മെട്രിക്സിന് രണ്ട് കേസസ് വരുന്നുണ്ട് അല്ലേ. ഒന്ന് സിംഗുലർ മെട്രിക്സും ഒന്ന് നോൺ സിംഗുലർ മെട്രിക്സും. അപ്പോൾ സ്ക്വയർ മെട്രിക്സ് സിംഗുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഓഫ് A ഈക്വൽ ടു 0 ആണെങ്കിൽ അത് സിംഗുലർ മെട്രിക്സ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ കാര്യമാണ്, ഡിറ്റർമിനൻ്റ് ഓഫ് A നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്കതൊരു നോൺ സിംഗുലർ മെട്രിക്സ് ആണ്. ഓക്കെ, നോൺ സിംഗുലർ മെട്രിക്സ് ആണ്. അപ്പോൾ നമുക്കിവിടെ ഡിറ്റർമിനൻ്റ് ഓഫ് A നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്കിത് ഈ ഇക്വേഷനെ ഒരു ഡിറ്റർമിനൻ്റ് ഓഫ് A വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാലോ. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള റിസൾട്ട് ഇതാണ്. A × adjoint of A ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് A × I എന്നാണ്. ഓക്കെ, ഈ മെട്രിക്സിൽ A എന്ന് പറഞ്ഞാൽ ഓർഡർ n ആയിട്ടുള്ളതാണ്. സോ ഞാനിവിടെ I എന്ന് നൽകുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഒരു നോൺ സിംഗുലർ മെട്രിക്സ് ആണ്, അതായത് ഡിറ്റർമിനൻ്റ് ഓഫ് A നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എനിക്കിതിൻ്റെ ഡിറ്റർമിനൻ്റ് ഓഫ് A വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ A × adjoint of A ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് A ചെയ്തു ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് A × IN ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് A ചെയ്തു. ഓക്കെ, ഇവിടെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുന്നത്? A × എനിക്കിതിനിങ്ങനെ എഴുതാമല്ലോ, adjoint of A ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് A എന്ന് എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു ഈ ഡിറ്റർമിനൻ്റ് ഓഫ് A ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ I എന്ന് കിട്ടും. കാരണം ഇത് രണ്ട് നമ്പേഴ്സാണ്, സോ നമുക്കതിനെ ക്യാൻസൽ ചെയ്ത് കളയാം. സോ നമുക്കതിനെ I എന്ന് കിട്ടും. അതായത് ഇതൊരു മെട്രിക്സ് ആണല്ലോ, അഡ്ജോയിൻ്റ് A എന്ന് പറയുന്ന എലമെൻസിനെ എല്ലാത്തിനെയും ഡിറ്റർമിനൻ്റ് A കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഒരു മെട്രിക്സ് ആണിത് അല്ലേ. അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം, കുറച്ചുകൂടെ വൃത്തിക്ക് 1 / ഡിറ്റർമിനൻ്റ് ഓഫ് A × adjoint of A ഈക്വൽ ടു I n. അപ്പോൾ ഈ മെട്രിക്സിനെ ഞാൻ B എന്ന് വിളിച്ചു. ഈ മെട്രിക്സിന് ദറ്റ് ഈസ് A × B ഈക്വൽ ടു I എന്ന് കിട്ടിയില്ലേ. B ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് B ഈസ് ദ ഇൻവേഴ്സ് ഓഫ്
എ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ, വെർ ബി ഈക്വൽ ടു അഡ്ജോയിൻറ്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് എ. ഇതിനെയാണ് നമ്മൾ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എ ഇൻവേഴ്സിൻ്റെ ഇക്വേഷൻ എന്താ, ഇൻ ടേംസ് ഓഫ് അഡ്ജോയിൻറ്റ്സ് എ ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിൻറ്റ് ഓഫ് എ. ഇങ്ങനെ എഴുതണ്ട, ഒരു സുഖമില്ലല്ലോ, നമുക്ക് മെട്രിക്സിൻ്റെ ഒരു നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാന്ന് പറയുന്നത് ഇങ്ങനെ എഴുതിയാൽ മതി. 1 ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിൻറ്റ് ഓഫ് എ. ഇങ്ങനെ എഴുതണ്ട കേട്ടോ, ഇത് ശരിയല്ലാത്തൊരു എക്സ്പ്രഷനാണ്, അതുകൊണ്ടാണ്. എ ഇൻവേഴ്സ് ഈക്വൽ ടു 1 ബൈ ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു അഡ്ജോയിൻറ്റ് ഓഫ് എ. ഇതാണ് നമ്മളുടെ എ ഇൻവേഴ്സിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമുക്കൊരു കാര്യം പറയാലോ, ഈ ഡിറ്റർമിനൻറ്റ് ഓഫ് എ കൊണ്ടുള്ള ഡിവിഷൻ പോസിബിൾ ആണെങ്കിൽ മാത്രമേ ഇത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പറയാം, ഇഫ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈക്വൽ ടു 0 ആണെങ്കിൽ എ ഇൻവേഴ്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. എ ഇൻവേഴ്സ് ഇല്ല, എ ഇൻവേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, ഡിറ്റർമിനൻറ്റ് ഓഫ് എ 0 ആണെങ്കിൽ എ ഇൻവേഴ്സിനെ കണ്ടുപിടിക്കുന്നത് നടക്കില്ല. എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് നോൺ സിംഗുലറിന് മാത്രമേ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ആ പ്രതിലോമ്യം എന്ന് പറയുന്ന സെക്ഷൻ പറഞ്ഞപ്പോൾ നമ്മൾ ഇത് ഓൾറെഡി പറഞ്ഞതാണ്, പക്ഷേ അതിൻ്റെ ആപ്ലിക്കേഷൻ ശരിക്കും ഇവിടെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഒരു സ്ക്വയർ മെട്രിക്സ് ഇൻവേർട്ടബിൾ ആവണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഈസ് എ നോൺ സിംഗുലർ മെട്രിക്സ് ആയിരിക്കണം. ഓക്കെ, ഇഫ് വേണ്ട, a square matrix A is invertible if and only if A is non-singular matrix. അതായത് ഇങ്ങനെ പറയാം, എ എന്ന സമചതുര മെട്രിക്സ് പ്രതിലോമ്യമാണെങ്കിൽ എ എന്നത് ഒരു സിംഗുലർ അല്ലാത്ത മെട്രിക്സ് ആയിരിക്കണം. ഓക്കെ, അതാണ് നമ്മളുടെ റിസൾട്ട്. ഇനി ഒരു റിസൾട്ട് കൂടെ ഉണ്ട് നമുക്ക്. അതിന് വേണ്ടിയിട്ട് രണ്ട് കാര്യങ്ങളും വേണം. നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു റിസൾട്ടാണ്, നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഇൻറ്റു ബി ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് എ ബി ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് ബി, വെർ എ ആൻഡ് ബി ആർ സ്ക്വയർ മെട്രിസസ് അല്ലേ. എയും ബിയും സ്ക്വയർ മെട്രിസസ് ആണ്. ഈ റിസൾട്ട് ഉണ്ട്, നമ്മൾ ഡിറ്റർമിനൻസിൻ്റെ പ്രോപ്പർട്ടീസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ ഒരു റിസൾട്ട് ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് നമുക്ക് അഡ്ജോയിൻറ്റ് ഓഫ് എയുടെ ഡിറ്റർമിനൻറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് ഒത്തിരി തവണ നമ്മളെ PSC എക്സാമുകളിൽ ചോദിച്ചൊരു കാര്യമാണ്. അഡ്ജോയിൻറ്റ് ഓഫ് എ ഇൻറ്റു എ ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഇൻറ്റു ഐ എന്നുണ്ടല്ലേ നമുക്ക്. ഇനി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ രണ്ട് സൈഡിലും ഡിറ്റർമിനൻറ്റ് എടുക്കാം, ടേക്കിംഗ് ഡിറ്റർമിനൻറ്റ് ഓൺ ബോത്ത് സൈഡ്സ്. നിങ്ങൾ ഈ ഒരു കാണാതെ പഠിച്ചാലും മതി ഇതിൻ്റെ റിസൾട്ട്, പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഡിറ്റർമിനൻറ്റ് ഓൺ ബോത്ത് സൈഡ്സ്, നമ്മൾ രണ്ട് സൈഡിലും ഡിറ്റർമിനൻറ്റ് എടുക്കാം. നമുക്ക് എന്താ കിട്ടാം, ഇങ്ങനെ വരും അല്ലേ, ഡിറ്റർമിനൻറ്റ് ഓഫ് അഡ്ജോയിൻറ്റ് ഓഫ് എ ഇൻറ്റു എ അല്ലേ ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഇൻറ്റു ഐ. ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഇതൊരു മെട്രിക്സ് ആണ്, ഇത് വേറൊരു മെട്രിക്സ് ആണ്. അപ്പോൾ ഡിറ്റർമിനൻറ്റ് ഓഫ് ഒരു മെട്രിക്സ് ഇൻറ്റു അടുത്ത മെട്രിക്സിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഞാനിതിനെ ഡിറ്റർമിനൻറ്റിൻ്റെ സൈൻ ഒന്ന് മാറ്റുന്നുണ്ട്. ഞാനിവിടെ ഇങ്ങനെ എഴുതാം കേട്ടോ. ഡിറ്റർമിനൻറ്റ് ഓഫ് അഡ്ജോയിൻറ്റ് ഓഫ് എ ഇൻറ്റു എ ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഇൻറ്റു ഐ. അങ്ങനെ എഴുതാമല്ലോ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയുന്ന റിസൾട്ട് ഈ ഒരു സൈൻ മാറ്റിയിട്ട് എഴുതണോ, അത് കൺഫ്യൂഷൻ ഉണ്ടോ. അതായത് ഇങ്ങനെ വരും, ഡിറ്റർമിനൻറ്റ് ഓഫ് എ ബി ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് ബി എന്ന് വരും. ഓക്കെ, ആ ഒരു റിസൾട്ട് നമ്മളിവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, ഡിറ്റർമിനൻറ്റ് ഓഫ് അഡ്ജോയിൻറ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈക്വൽ ടു, ഇവിടെ നമുക്കറിയാം ഡിറ്റർമിനൻറ്റ് എ എന്ന് പറയുന്നൊരു നമ്പർ ആയിരിക്കും അല്ലേ, ഐ എന്ന് പറയുന്നതിന് മെട്രിക്സ് ആണ്. അപ്പോൾ നമുക്കറിയാം ഡിറ്റർമിനൻറ്റ് ഓഫ് കെ എ എന്ന് പറഞ്ഞാൽ എന്താ, k raised to n ടൈംസ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ ആണെന്നറിയാം. അതിവിടെ അപ്ലൈ ചെയ്യാം. എ എന്ന് പറയുന്ന n/n ഓർഡറുള്ളൊരു മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനൻറ്റ് ഓഫ് എ raised to n ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് ഐ എന്ന് വരും അല്ലേ. ഡിറ്റർമിനൻറ്റ് ഓഫ് ഐ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഡിറ്റർമിനൻറ്റ് ഓഫ് അഡ്ജോയിൻറ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് എ raised to n ഇൻറ്റു ഐയുടെ ഡിറ്റർമിനൻറ്റ് 1 ആണ്. സോ 1 വരും. സോ ഇവിടെ നമുക്ക് ഡിറ്റർമിനൻറ്റ് ഓഫ് അഡ്ജോയിൻറ്റ് ഓഫ് എ എങ്ങനെ എഴുതാം, ബാക്കി ഇതിപ്പോൾ എല്ലാ നമ്പേഴ്സായി, കാരണം എല്ലാ നമ്പേഴ്സാണ്. ഡിറ്റർമിനൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ നമ്പറാണ് വരുന്നത്. സോ ഇവിടെ നമുക്ക് ഡിറ്റർമിനൻറ്റ് ഓഫ് എ raised to n ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് എ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് അഡ്ജോയിൻറ്റ് ഓഫ് എ ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുന്നത്, ഡിറ്റർമിനൻറ്റ് ഓഫ് എ raised to n - 1. ഓക്കെ,
ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. കാരണം ഒത്തിരി തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് ഓഫ് എ ഈക്വൽ ടു, ഇങ്ങനെയല്ല എങ്ങനെ ഓർഡറൊക്കെ തന്ന ഡിറ്റർമിനൻ്റ് എ വാല്യൂ ഒക്കെ ചോദിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം അഡ്ജോയിൻ്റ് ഓഫ് എയുടെ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് എ റേസ് ടു n-1 ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. ഇനി നമുക്ക് പറയാനുള്ളത് ജസ്റ്റ് ഒരു 2 എക്സാമ്പിൾ ചെയ്യാം. നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ളത്. ഒന്നാമത്തത് എക്സാമ്പിൾസ് ആണ് കേട്ടോ. എ ഈക്വൽ ടു -1 5 -3 2. ഓക്കെ, പ്രതിലോമ മെട്രിക്സ് കാണുക. പ്രതിലോമ മെട്രിക്സ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി പ്രതിലോമ മെട്രിക്സ് എഴുതാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? നമുക്കറിയുന്ന റിസൾട്ട് എന്താണ്? എ ഇൻവേഴ്സ് ഈക്വൽ ടു 1 ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ ആണല്ലോ. നമുക്ക് ആദ്യം ഡിറ്റർമിനൻറ്റ് ഓഫ് എ കണ്ടുപിടിക്കാം. ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഡിറ്റർമിനൻറ്റ് ഓഫ് എ കണ്ടുപിടിക്കാം. നമുക്ക് -2 -15 അല്ല, -2 -15 അല്ലേ, +15 ദാറ്റ് ഈസ് ഈക്വൽ ടു 13 വരും. ഓക്കെ, ഇനി അഡ്ജോയിൻ്റ് ഓഫ് എ കണ്ടുപിടിക്കാൻ, നമുക്ക് അഡ്ജോയിൻ്റ് ഓഫ് എ കണ്ടുപിടിക്കാനുള്ള ഈസി വേ നമുക്കറിയാം. 2/2 മെട്രിക്സിൽ എന്ത് ചെയ്താൽ മതി? ഡയഗണൽ എലമെൻറ്റ്സ് തമ്മിൽ മാറ്റിയിട്ടാം. അപ്പോൾ 2 വരും, ഇവിടെ എന്ത് വരും? -1 വരും. പിന്നെ ഈ ഡയഗണൽ എലമെൻറ്റ്സ്, അതായത് 5-ൻ്റെയും -3-ൻ്റെയും സൈൻ ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ -5ഉം ഇവിടെ 3ഉം ആവും. ഓക്കെ, നമുക്ക് എ ഇൻവേഴ്സിൻ്റെ ഇക്വേഷനിൽ കൊടുത്താൽ മതി. എ ഇൻവേഴ്സ് ഈക്വൽ ടു 1/13 ഇൻറ്റു 2 - 5 3 - 1 is equal to 2/13 -5/13 3/13 -1/13. ഇതാണ് നമ്മളുടെ എയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് 2/2ൻ്റെ 3/3യുടെ കേസ് നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അഡ്ജോയിൻ്റ് ഓഫ് എയുടെ കുറച്ച് പ്രോപ്പർട്ടീസ് പറയാനുണ്ട്. പിന്നെ ഇൻവേഴ്സിൻ്റെയും കൂടെ പ്രോപ്പർട്ടീസ് പറയാനുണ്ട്. അതുകൂടെ പറഞ്ഞു നിർത്താം. കുറച്ച് റിസൾട്ടും കൂടെ പറയാം. നമുക്കിവിടെ ഇഫ് എ ഈസ് എ സ്ക്വയർ മെട്രിക്സ്, എ എന്ന് പറയുന്നൊരു സ്ക്വയർ മെട്രിക്സ് ആണെന്ന് തന്നിട്ടുണ്ട്. എ ഈസ് എ സ്ക്വയർ മെട്രിക്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അഡ്ജോയിൻ്റ് ഓഫ്, ഒന്നാമത്തെ റിസൾട്ടാണ്, അഡ്ജോയിൻ്റ് ഓഫ് എ ദ ഹോൾ ട്രാൻസ്പോസ് എടുത്താലും അഡ്ജോയിൻ്റ് ഓഫ് എ ട്രാൻസ്പോസ് എടുത്താലും സെയിം ആയിരിക്കും. അഡ്ജോയിൻ്റ് ഓഫ് എ ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു അഡ്ജോയിൻ്റ് ഓഫ് എ ട്രാൻസ്പോസ്. ഓക്കെ, ഇനി എ എന്ന് പറയുന്നത് ഒരു ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണ്. അതായത് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു മെട്രിക്സ് ആണ്. എ എന്ന് പറയുന്നത് ഒരു ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എ ട്രാൻസ്പോസ് ദ ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ദ ഹോൾ ട്രാൻസ്പോസ്. അതായത് നമുക്ക് എ ട്രാൻസ്പോസിൻ്റെ ഇൻവേഴ്സ് എടുക്കുന്നതും എ ഇൻവേഴ്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുന്നതും സെയിം ആയിരിക്കും. പിന്നെ അതിൽ തന്നെ വരുന്നൊരു റിസൾട്ടാണ്. എ എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയും കൂടെ പറയാം, അഡ്ജോയിൻ്റ് ഓഫ് എ ദ ഹോൾ ഇൻവേഴ്സ്. അതായത് അഡ്ജോയിൻ മെട്രിക്സ് ഉണ്ടാവില്ലേ, ആ അഡ്ജോയിൻ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് അഡ്ജോയിൻ്റ് ഓഫ് എ ഇൻവേഴ്സ് ആണ്. എ ഇൻവേഴ്സ് എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ് എടുക്കുന്നതിനോട് ഈക്വൽ ആണ്. ഓക്കെ, എ ഇൻവേഴ്സിൻ്റെ അഡ്ജോയിൻ മെട്രിക്സിനോട് ഈക്വൽ ആണ് അഡ്ജോയിൻ്റ് എയുടെ ഇൻവേഴ്സ് മെട്രിക്സ്. ഓക്കെ, മൂന്നാമത്തെ റിസൾട്ട് എ ഇൻവേഴ്സ്, നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, എ ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു എ. ഓക്കെ, എ ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു എ. നമ്മൾ പറഞ്ഞ റിസൾട്ടുകൾ ഇതൊക്കെയാണ്. അഡ്ജോയിൻ്റ് ഓഫ് എ ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു അഡ്ജോയിൻ്റ് ഓഫ് എ ട്രാൻസ്പോസ്. ഇനി എ എന്ന് പറയുന്ന ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണെങ്കിൽ എ ട്രാൻസ്പോസ് ദ ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ദ ഹോൾ ട്രാൻസ്പോസ്. അഡ്ജോയിൻ്റ് ഓഫ് എ ദ ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിൻ്റ് എ ഇൻവേഴ്സ്. ദെൻ എ ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു എ. ഓക്കെ, ഇൻവേർട്ടിബിൾ മെട്രിക്സ് ഇത്രയും കാര്യങ്ങൾ ഹോൾഡ് ചെയ്യും. ഇനി നമുക്ക് അഡ്ജോയിൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിന് എപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ എല്ലാം പറയുമ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതൊന്നും നമ്മൾ +2 ബുക്കിലുള്ളതല്ല, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് അഡ്ജോയിൻറ്റ് നമുക്ക് ഒന്നാമത്തെ കാര്യം പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇതൊരു വേറെ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. കാരണം നിങ്ങൾ മുഷിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫ്രഷ് ആയിട്ട് തന്നെ പഠിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് നമുക്കിത് നെക്സ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.